ഈ വിഷയത്തിൽ പരാതിക്കാരനായിട്ടുള്ള ഷോൺ ജോർജ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. ഷോണെ, ഈ മാസപ്പടി വിവാദത്തിൽ ഏറെ നിർണായകമാണ് വീണ വിജയനും എക്സാലോജിക്കിനും പരാതിക്കാരനായ ഷോണിനെ സംബന്ധിച്ചും. ഇത് ഏറ്റവും പ്രധാനം, കർണാടക ഹൈക്കോടതിയിലേക്ക് അന്വേഷണം റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഇന്ന് കോടതി പരിഗണിക്കുകയാണ്. എന്താണ് ഒരു പ്രതീക്ഷ, എന്താണ് ഒരു വിലയിരുത്തൽ? ഒരിക്കലും ഈ ഒരു സ്റ്റേജിൽ ഞാൻ ഒരു പരാതിക്കാരനെന്ന നിലയിലല്ല ഞാൻ പറയുന്നത്. ഒരിക്കലും ഈ സ്റ്റേജിൽ അത്ഭുതങ്ങൾ സംഭവിച്ചാൽ മാത്രമേ അങ്ങനെ ഒരു തരത്തിലും ഈ സ്റ്റേജിൽ പ്രത്യേകിച്ച് ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. മറ്റൊരു സംസ്ഥാനത്തെ ഹൈക്കോടതി കേസ് പരിഗണിക്കുന്നു. അവിടെ ഇപ്പോൾ ബാംഗ്ലൂർ ഹൈക്കോടതി അത്തരത്തിലുള്ള ഒരു സ്റ്റേ ഈ അന്വേഷണത്തെ സംബന്ധിച്ച് പുറപ്പെടുവിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. എനിക്ക് നല്ല പ്രതീക്ഷയാണ്. കാരണം ഈ കേസ് കൃത്യമായ ദിശയിലേക്ക് പോകുന്നു എന്നുള്ളൊരു ആത്മവിശ്വാസം. കാരണം നമ്മളെടുത്ത് പറഞ്ഞാൽ 31-ാം തീയതി ഓർഡർ വന്നതിന് ശേഷം 8-ാം തീയതിയാണ് അവർ ഈ കേസ് ഇപ്പം ബാംഗ്ലൂർ ഹൈക്കോടതി ഫയൽ ചെയ്യുന്നത്. അതിന് മുമ്പ് KSIDCയും കൊണ്ട് ഇവിടെ ഒരു ശ്രമം നടത്തിയത് പരാജയപ്പെട്ടു പോയി. എങ്കിൽ പോലും കൃത്യമായി KSIDCയിലും CMRലും നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ നിന്നും കൃത്യമായ രേഖകൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കിട്ടി എന്നതുകൊണ്ട് തന്നെയാണല്ലോ ഈ ആകുലത. അപ്പം അതുകൊണ്ട് അന്വേഷണം ശരിയായ ദിശയിൽ പോകുന്നു എന്നുള്ളത് കാണുന്നത് എനിക്ക് കൂടുതൽ സന്തോഷം. ഈ എക്സാലോജിക്ക് സമർപ്പിച്ച ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴത്തെ അന്വേഷണം നിയമവിരുദ്ധമാണ്, ഏകപക്ഷീയമാണ്, അതുകൊണ്ട് തന്നെ റദ്ദ് ചെയ്യണമെന്നൊരു ആവശ്യമാണ്. ഇത് മാത്രമല്ല, കോടതി ഇക്കാര്യത്തിൽ തീർപ്പുണ്ടാക്കുന്നത് വരെ SFIയുടെ തുടർ നീക്കങ്ങൾ തടഞ്ഞുകൊണ്ട് ഇടക്കാല ഉത്തരവ് വേണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. അതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ടോ? ഒരിക്കലുമില്ല. കാരണം SFIയുടെ അന്വേഷണത്തെ സംബന്ധിച്ചും ഇതിനു മുമ്പ് നിരവധി 3-4 റൂളിങ്സ് ഓൾറെഡി സുപ്രീം കോടതി തന്നെ നിലനിൽക്കുകയാണ് SFIയുടെ അന്വേഷണത്തെ സംബന്ധിച്ചും. അതുപോലെ ഈ സ്റ്റേജിൽ അതിനകത്ത് ഇടപെടുന്നത് സംബന്ധിച്ചൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇത് അവർ ചെയ്തൊരു വലിയ മണ്ടത്തരമായിട്ടേ ഞാൻ കരുതുള്ളൂ. ഒന്ന് സമൂഹത്തിന് മുമ്പിൽ മോശമായി. ഇത്രയും കാലവും അന്വേഷണത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് ഏത് അന്വേഷണവും വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ എന്തിനും അന്വേഷണത്തെ തടസ്സപ്പെടുത്തണമെന്നുള്ള വലിയ ചോദ്യചിഹ്നം ഇന്ന് കേരള സമൂഹത്തിന് മുമ്പിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് ഒന്നും പ്രത്യേകിച്ച് സംഭവിക്കാനില്ല. അന്വേഷണത്തിൻ്റെ വഴിക്ക് പോകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തെങ്കിലും തരത്തിൽ അങ്ങനെയുള്ള ഇടപെടൽ ഉണ്ടായാൽ തന്നെയും അതിന് ആയുസ് വളരെ കുറവായിരിക്കും. അങ്ങനെയാണെങ്കിൽ തുടർ നീക്കങ്ങൾ ഉണ്ടാകും ഷോണിന്റെ ഭാഗത്ത്? 100%. ഇപ്പം ഞാൻ ഇന്ന് ആ കേസിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കിയിട്ട് എനിക്കിവിടെ അവിടെ കക്ഷി ചേരാൻ എനിക്ക് അവസരമുണ്ട്. എനിക്ക് അപ്പീൽ പോകാൻ അവസരമുണ്ട്. പെറ്റീഷൻ അടിക്കാനുള്ള അവസരമുണ്ട്. പക്ഷേ അവിടെ എന്നും ഇപ്പം അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല എന്ന് തന്നെയാണ് കരുതുന്നത്. അത് എൻ്റെ നിയമപരമായി ഞാൻ ആലോചിച്ച് കാര്യങ്ങൾ മുമ്പോട്ട് പോകും. അത് വേണ്ടി വന്നാൽ കർണാടക ഹൈക്കോടതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് കക്ഷി ചേരാൻ തയ്യാറാണ്? തീർച്ചയായിട്ടും ഞാൻ വെയിറ്റ് ചെയ്യാണ്. ഞാൻ ഒബ്സർവ് ചെയ്യാണ്. എന്ത് സംഭവിച്ചാലും അതിൻ്റെ ഈ പരാതി എത്തിക്കേണ്ടിടത്ത് എത്തിക്കുക എന്നുള്ള എൻ്റെ ഉത്തരവാദിത്തമാണ്. KSIDC സമർപ്പിച്ച ഹർജി ഇന്ന് കേരള ഹൈക്കോടതിയും പരിഗണിക്കുന്നത്. ആദ്യം ഈ കേസ് പരിഗണിച്ചപ്പോൾ ഭയമുണ്ടോ എന്നത് അടക്കമുള്ള ഒരു തിരിച്ചടി എന്നോണമുള്ള ചോദ്യമാണ് ഹൈക്കോടതി ചോദിച്ചത്. ഇന്ന് വീണ്ടും ആ ഹർജി പരിഗണിക്കുമ്പോൾ KSIDCക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു തുടർ തിരിച്ചടി അല്ലെങ്കിൽ അന്നുണ്ടായ സമാനമായ ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് വിലയിരുത്തുന്നുണ്ടോ? അതോ കോടതി അക്കാര്യത്തിൽ ഏതെങ്കിലും ഒരു കേരള ഹൈക്കോടതിയിൽ അനുകൂലമായി നിലപാടെടുക്കുമെന്ന് കരുതുന്നുണ്ടോ? ഈ KSIDC സംബന്ധിച്ചിടത്തോളം ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയോ NBFC എന്നതിൽ കരുതാൻ കഴിയില്ല. ഇതൊരു സംസ്ഥാന സർക്കാരിൻ്റെ സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൽ ഒരു ക്രമക്കേട്, ഇപ്പോൾ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയെ കാണുന്ന ഒരു ആറ്റിറ്റ്യൂഡില്ല. ഇപ്പോൾ കൃത്യമായി പറഞ്ഞാൽ വീണ വിജയൻ്റെ എക്സാലോജി കമ്പനിയെ കോടതി കാണുന്ന ആറ്റിറ്റ്യൂഡിൽ ഈ കമ്പനിയെ കാണാൻ കഴിയില്ല. കാരണം KSIDC എന്ന് പറയുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനം, സംസ്ഥാനത്തിൻ്റെ സ്വത്ത്, അവിടെ ഒരു തിരിമറി നടന്നിട്ടുണ്ടോ എന്നുള്ളൊരു അന്വേഷണം നടത്താൻ പാടില്ല എന്ന് എങ്ങനെ പറയാൻ കഴിയും? ലോജിക്കലി തന്നെ അത് ഒത്തിരി തെറ്റുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ കോടതി വളരെ ഓപ്പണായിട്ട് എന്തിനാണ് നിങ്ങൾക്ക് ഈ അന്വേഷണം എന്ന് പറയുമ്പോൾ ഭയപ്പാട്? ഇതെല്ലാം ഓപ്പണാണ്. എനിക്കും നിങ്ങൾക്കും അറിയാൻ അവകാശമുള്ള അധികാരമുള്ള സ്ഥാപനമാണ് KSIDC. അപ്പോൾ അവിടെ എന്തിനാണ് ഒരു അന്വേഷണത്തെ ആ ആറ്റിറ്റ്യൂഡ് കോടതിക്കുണ്ട്. കഴിഞ്ഞ ദിവസം അത് വ്യക്തമാണല്ലോ. ഏതായാലും ഇന്ന് ഏറെ സുപ്രധാനമാണ് അരുൺകുമാർ. എന്നപ്പോൾ KSIDCക്ക് കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ചപ്പോൾ ഹൈക്കോടതി വലിയ തരത്തിലുള്ള പരാമർശം നടത്തിയിരുന്നു. ഇന്ന് അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ KSIDC സംബന്ധിച്ചിടത്തോളം കേരള ഹൈക്കോടതിയിൽ വരുന്ന ഹർജി നിർണായകമാണ്. അതിനേക്കാൾ ഏറെ പ്രധാനമാണ് വീണ വിജയനെ സംബന്ധിച്ച്, എക്സാലോജിക്കിനെ സംബന്ധിച്ച് കർണാടക ഹൈക്കോടതി 10-ക്ക് പരിഗണിക്കുന്ന ഹർജി. അതിലേതെങ്കിലും തരത്തിൽ എക്സാലോജിക്കിനോ മറ്റോ അനുകൂലമായ ഒരു നിലപാട് കർണാടക ഹൈക്കോടതിയിൽ നിന്നുണ്ടായാൽ തുടർ നീക്കങ്ങൾ മേൽക്കോടതി സമീപിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കുമെന്നുള്ളതാണ് പരാതിക്കാരനായ ഷോൺ ജോർജ് പറയുന്നത്.